നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ജനുവരി മാസത്തിലെ 26, 27, 28, 29 തീയതികളിൽ ജീവിതം വഴിമാറുന്ന അല്ലെങ്കിൽ വഴിത്തിരിവിലെത്തുന്ന ഒരു ഉത്തമ കാലമാണ് ഈ നക്ഷത്രജാതകർക്ക്. സകലത്തിലും വിജയം തേടിയെത്തും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കുവാൻ കഴിയും. അതാണ് പറഞ്ഞത് ഉത്തമ കാലമെന്ന്. എത്ര വലിയ ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. അവനവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അവനവൻ തന്നെയാണ്. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ പേറി നടക്കുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ. കാലങ്ങളായി ഇവർ അനുഭവിക്കാത്തതായി ഒന്നുമില്ല. ഇനി ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം വന്നു ചേരാൻ പോവുകയാണ്. അത് ജനുവരി മാസം 26, 27 തുടങ്ങി 4 ദിവസങ്ങളിലകം ഇവർക്ക് സംഭവിക്കും. ഒരു വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. അത്രയൊരു ഭാഗ്യ സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. നിങ്ങൾ ഏതൊരു ദുഃഖത്തിലാണോ ഇപ്പോൾ കഴിയുന്നത്, ആ ദുഃഖങ്ങളൊക്കെ പമ്പ കടന്ന് ഇനി ഭാഗ്യാനുഭവങ്ങളിലേക്ക് നിങ്ങളെത്തും. ഉറപ്പായും നിങ്ങളുടെ ജീവിതം മാറും, ഉറപ്പാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. ആ നക്ഷത്രജാതകരെ, ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. നിങ്ങളുടെ കണക്ക് കൂട്ടലുകളൊന്നും ഇനി തെറ്റില്ല. ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതൊരു വലിയ ഭാഗ്യത്തിൻ്റെ സമയത്തിലേക്കായിരിക്കും നിങ്ങളെത്തുക. ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്രജാതകർ, അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും എന്താണോ നിങ്ങളുടെ പേര്, അതും നിങ്ങളുടെ ജന്മനക്ഷത്രവും രാശിയൊന്നും വേണ്ട, അതുകൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നലെ വരെയുള്ള എല്ലാവരുടെയും പേര് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. നാളത്തെ പ്രത്യേക പൂജയിൽ നിങ്ങളെ ഉൾപ്പെടുത്തും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നേരത്തെയും ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ജീവിതം മാറും. ആ ആദ്യത്തെ 3 നക്ഷത്രജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ്. നിങ്ങളുടെ ജീവിതം മാറുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ലാഭം അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് കിട്ടും. ഒരു വ്യാപാരിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വ്യാപാരത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. അതല്ല, നിങ്ങളുടെ വ്യാപാരം മെച്ചപ്പെടുന്നുണ്ട്, മറ്റ് ചില പ്രശ്നങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചു ഉള്ളത് എങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അത്രയേറെ ഭാഗ്യസമയത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അശ്വതിയും ഭരണിയും കാർത്തികയും ഇവർ എല്ലാ രീതിയിലും നേട്ടങ്ങൾ നേടിയെടുക്കും. ഭാഗ്യമുള്ള നക്ഷത്രമാണ്. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. ഒത്തിരി വലഞ്ഞിട്ടുണ്ട്, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, അലഞ്ഞ് തിരിഞ്ഞിട്ടുള്ള സമയങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ മാറുകയാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. അത് ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. വസ്തുവകകളൊക്കെ ഉണ്ടെങ്കിൽ ആ വസ്തുവകകളൊക്കെ വിൽക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ആ ശ്രമമൊക്കെ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. കാലങ്ങളായി വിൽക്കാതെ പോയിട്ടുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വിൽക്കുകയും ലാഭങ്ങൾ നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. പിന്നെ മക്കളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ജോലി, ഇതൊക്കെ ഈ ഒരു സമയത്ത് നേടിയെടുക്കുവാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 നക്ഷത്രജാതകർക്ക് നടക്കുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും. എന്തിനെക്കുറിച്ചും ആലോചിച്ച് മാത്രം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. ഒരു 2 പ്രാവശ്യം ആലോചിക്കണം ഈ ചെയ്യുന്ന കാര്യം ശരിയാണോ എന്ന്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം, സഹായിക്കണം.
ആ സഹായം തന്നെയാകും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റിവിറ്റിയൊക്കെ അനുഭവപ്പെട്ടാം, അതൊക്കെ മാറും. ജീവിതം ഇനി വഴിമാറുന്ന സമയമാണ്. ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിക്കേണ്ട സമയമാണ്. അടുത്ത നക്ഷത്രജാതകർ മകീരം, തിരുവാതിര, പുണർതം. ഇവർക്കും ഒരുപാട് ഭാഗ്യത്തിലേക്ക് പോകുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങളുടെ മനസ്സിൽ ചില അസ്വസ്ഥതകളുണ്ട്. ഈ അസ്വസ്ഥതകളൊക്കെ മാറി ഒരുപാട് സൗഭാഗ്യത്തിലേക്കും ഒരുപാട് നേട്ടത്തിലേക്കും നിങ്ങളെത്തും. ചില പണമിടപാടുകളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അതിൽ നിന്നുമൊക്കെ വലിയ നഷ്ടങ്ങളൊക്കെ വന്നേക്കാം. ചില അബദ്ധങ്ങളിലൊക്കെ ചാടുവാനുള്ള സാധ്യതയൊക്കെ നിങ്ങളെ സംബന്ധിച്ചുണ്ട്. അതൊക്കെ വളരെയേറെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകുവാൻ. അതുപോലെ തന്നെ വ്യാപാരത്തിൽ തിടുക്കത്തിൽ നിക്ഷേപം നടത്തരുത്. അതൊക്കെ നിങ്ങൾക്ക് വളരെ വലിയ ദോഷം സംഭവിക്കും. നിങ്ങളുടെ ഇണയുമായുള്ള ബന്ധത്തിൽ ഈ ചില കയ്പുകൾ, ചില എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു ചേർന്നേക്കാം. അതൊക്കെ സോൾവ് ചെയ്ത് സംയമനം പാലിച്ച് മുന്നോട്ട് പോകണം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സംഭാഷണത്തിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കണം. പ്രണയ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവിന് സാധ്യതയുണ്ട്. നിങ്ങൾ ഉടൻ ഒരു പ്രണയ വിവാഹം കഴിക്കുവാനുമുള്ള സാധ്യതയൊക്കെയുണ്ട്. മകയിരം, തിരുവാതിര, പുണർതം എന്നീ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. കാറൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കാറൊക്കെ വാങ്ങും. അതുപോലെ തന്നെ പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ബിസിനസ്സൊക്കെ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. ചുരുക്കം പറഞ്ഞാൽ എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തെളിയുന്ന സമയമാണ്. ആ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് കുതിക്കുക. ഇനി നിങ്ങളുടെ ഭാഗ്യ സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടപ്പിൽ വരും, ഉറപ്പാണ്. അതുകൊണ്ട് പ്രാർത്ഥനയൊക്കെ വേണം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരുവാൻ കാരണമാകും. ജീവിതം മാറുന്ന സമയമാണ്. എല്ലാ രീതിയിലും കഷ്ടതകളൊക്കെ മാറി ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ പോകും. അടുത്ത നക്ഷത്രജാതകർ എന്ന് പറയുന്നത് ചിത്തിരയും ചോതിയും വിശാഖവുമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഒത്തിരി ആപത്തുകളിൽ ചെന്നപ്പെടുന്ന ഒരു സ്വഭാവ രീതി ഇവർക്കുണ്ടായിരുന്നു. കാര്യം ഇവർ തന്നെയാണ് പലപ്പോഴും കെണിയാകുന്നത്. ചില കാര്യങ്ങൾ ചെയ്യണം എന്നു അടിയുറച്ച് ഇവർ അതിലേക്ക് മുന്നിട്ടിറങ്ങുകയും അതൊക്കെ നാശത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഇവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതൊക്കെ മാറാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ജീവിതത്തിലെ ഒത്തിരി ഉണർവും ഉന്മേഷവും ഒക്കെ ലഭ്യമാകുന്ന സമയമാണ്. ജീവിതം വഴിമാറുന്ന സമയമാണ്. ഒത്തിരി അഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ്. ഏതായാലും ഈ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നമായ ഒരു ജീവിതമുണ്ട്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ചിലരൊക്കെ പറയും, എന്ത് ചെയ്തിട്ട് എനിക്കൊരു നേട്ടമില്ല തിരുമേനിന്ന്. ശരിയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചില ദോഷ സമയങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിനെയൊക്കെ മറികടക്കുവാനുള്ള പരിഹാരമാർഗങ്ങളുണ്ട്. ആ പരിഹാരങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ചൊന്നുമല്ല, കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം, ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഈ കേൾക്കുന്നവർ ദേവി നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അതൊക്കെ വലിയ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും. തിരിഞ്ഞു നോക്കുമ്പോൾ പല പ്രതികൂലമായ സാഹചര്യങ്ങളെയും നിങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. അതെല്ലാം ഈശ്വരൻ്റെ ഒരു കടാക്ഷം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈശ്വരൻ്റെ ആ വിളി, നിങ്ങൾ വിളിക്കുന്ന ഈ വിളി, ഈശ്വരനെ വിളിക്കുന്ന ആ വിളിയാണ് നിങ്ങളെ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ തീർച്ചയായും നന്മയുള്ളവരാണ്, ഭാഗ്യശാലികളാണ്, ഒത്തിരി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ ഒന്നും തെറ്റില്ല. ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും. കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങൾ വിചാരിച്ച കാര്യം ഒരു 4 ദിവസത്തിനകം നിങ്ങൾക്ക് നടന്നു കിട്ടും. ഭാഗ്യം അനുഗ്രഹിക്കുന്ന 4 നാളുകൾ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങൾ. അതിനായി ഈശ്വരവിശ്വാസത്തോടു കൂടി തന്നെ മുന്നേറുക. ഒത്തിരി ഭാഗ്യം വന്നു ചേരും. അടുത്ത നക്ഷത്രജാതകർ പൂരുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയുമാണ്. നാളെ ഒരു പ്രത്യേകതയുണ്ട്, തൈപ്പൂയമാണ്. ഈ നക്ഷത്രജാതകർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. നാളെ എന്നല്ല, എല്ലാ മാസവും
ചൊവ്വാഴ്ച ദിവസം, ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. പൂരുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും. കാരണം മറ്റൊന്നുമല്ല, ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരേണ്ടവരാണ്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചവരാണ്, ദുഃഖങ്ങൾ പേറി ജീവിക്കുന്നവരാണ്. പക്ഷേ ഈ ദുഃഖങ്ങളൊക്കെ മാറണം, ഈ സങ്കടങ്ങളൊക്കെ അവസാനിക്കണം, ഒരുപാട് സമൃദ്ധിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിൽ എഴുതി വെച്ചോ, നിങ്ങളെ രക്ഷിക്കാൻ മുരുക ഭഗവാനുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അത്രയേറെ നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുക തന്നെ ചെയ്യും, ഉറപ്പാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അത്രയേറെ ഭാഗ്യമാണ് പൂരുരുട്ടാതിക്കും ഉത്രട്ടാതിക്കും രേവതിക്കും. രാശിഫലം പരിശോധിച്ചാൽ നിങ്ങളുടെ രാശി എപ്പോഴും വളരെ നല്ലത് തന്നെയാണ്. രാശിഫലത്തിൽ നിങ്ങളെ എടുത്തു പറയും. അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം, പ്രാർത്ഥന നടത്തണം. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ കാരണമാകും. പൂരുരുട്ടാതിക്കും ഉത്രട്ടാതിക്കും രേവതി നക്ഷത്രത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നതയാണ്. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒരുപാട് നേട്ടത്തിലേക്ക് പോകും, അഭിവൃദ്ധിയിലേക്ക് പോകും. ഇനി നിങ്ങളുടെ നാളുകളാണ്. പണമൊക്കെ ധാരാളം വന്നു ചേരും. കാറൊക്കെ മേടിക്കും, വസ്തുവകകളൊക്കെ വാങ്ങും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് സമൃദ്ധി വന്നു ചേരും. സന്തോഷം ജീവിതത്തിൽ അലയടിക്കും. അപ്പോൾ ഒത്തിരി ഭാഗ്യങ്ങൾ വരട്ടെ, ഒത്തിരി നേട്ടങ്ങൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.